നമസ്കാരം. എന്നേലും 15 വയസ്സിന് മൂത്ത ഒരു ചേട്ടത്തി എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എന്നെ കൊണ്ട് എടുപ്പിച്ച സംഭവമാണ്. അതായത് അന്ന് 35 വയസ്സുള്ള ഒരു ചേട്ടത്തി എന്ന് വിളിക്കാൻ പോകുമെന്നറിയില്ല. പിന്നെ സ്ത്രീകളായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക്, അതായത് ഭർത്താക്കന്മാർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കുറച്ച് ടിപ്സും ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഈ സ്ത്രീ എന്നെ ഇങ്ങോട്ട് വലവീശി പിടിക്കുകയാണ്. വലവീശി പിടിക്കുക എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവൻ അത്ര വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇവൻ്റെ മോന്തിരിക്കണ കണ്ടില്ലേ, എങ്ങനെ ഇവന് ഇതിനും വേണ്ടും ഇങ്ങനെ വലവീശി പിടിക്കാൻ മാത്രം എന്താ ഇവൻ പ്രത്യേകത. ഇതൊരു ഭാഗ്യമാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് പരിപാടിക്ക് ശരിക്കും സിനിമാ നടൻ മമ്മൂട്ടിൻ്റെ ബ്യൂട്ടിയൊന്നും ആവശ്യമില്ല. അവർക്ക് വിശ്വാസം തോന്നണം, നമ്മളവരെ കെയർ ചെയ്യുമെന്നുള്ളൊരു ധാരണ. അതായത് വിശ്വാസം മാത്രമല്ല, അവനെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും, ലൈഫിൽ അവനോട് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നേടിയെടുക്കണം. അത് സ്ത്രീ ആഗ്രഹിക്കുന്നത് എപ്പോഴും സ്നേഹം. അത് കാമുകി ആയിക്കോട്ടെ, കള്ളവടി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അവരവരെ എന്നുള്ള രീതിയിൽ നമ്മൾ സമീപിച്ചാൽ നമ്മൾ അവരെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണമെങ്കിലും അവർ സ്നേഹം കൊണ്ട് മൂടണം. പിന്നെ നമ്മൾ ധൈര്യശാലിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കണ്ടറിയണം. അങ്ങനെയുള്ള ആൾക്കാരെ വലവീശി പിടിക്കുകയൊക്കെ ചെയ്യും. അത് പരിപാടീൻ്റെ സെറ്റപ്പൊക്കെ അവർ എന്നെ വീട്ടിൽ ഒരു ദിവസം വിളിച്ച് പകൽ ഞാൻ ലീവിന് വന്ന സമയം 20 വയസ്സുണ്ട്, 20 കഴിഞ്ഞു. ഇവരുടെ വീട്ടിൽ എന്നെ പകൽ വിളിച്ചിട്ട് സംസാരമൊക്കെ എങ്ങനെ എൻ്റെ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇവർ വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോലായിലൊരു ബെഞ്ചും മേലെ ഇരിക്കണം. അവരുടെ വരാന്ത, കോലായിൽ നിന്ന് ഉദ്ദേശിക്കണ വരാന്ത, അവിടെ കുറച്ച് ചോറിൻ്റെ വറ്റും ഇതൊക്കെ കിടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്ന് കപ്പ ആരോ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ചോറിൻ്റെ വറ്റാണെങ്കിൽ എന്തൊക്കെയാ അറിയില്ല, അവർ കുമ്പിട്ടെന്ന് ഇങ്ങനെ പെറുക്കുന്നുണ്ട്, കയ്യിലിങ്ങനെ പെറുക്കണുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ നെഞ്ഞൊക്കെ ശരിക്കും കാണാം, മുണ്ടും ബ്ലൗസാണ്. എന്നോട് പറഞ്ഞേ, എനിക്ക് പേടിയാകണ്ട, എന്നാലും നിന്നോടൊരു കാര്യം പറയാം, നീ എൻ്റെ ഒപ്പം കിടക്കുവേ. എനിക്ക് പെട്ടെന്നൊരു ഈ പരിപാടിയൊന്നും എന്നെ സംബന്ധിച്ച് പുത്തരിയല്ല, എന്നാലും ഇവരിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഇത്തരം സീനിയറല്ലേ. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം, ഇപ്പോഴാണ് ചോദിച്ചത്. ഇപ്പം തന്നെ അറിയാം. അപ്പം ആ വീടിൻ്റെ അതിലൊന്നും വഴി നടപ്പില്ല. അന്നൊക്കെ അങ്ങനെയാണ്, ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം, അല്ലാണ്ട് ഇല്ലാണ്ട് ട്യൂൺ ചെയ്തെന്നുള്ള പ്രോഗ്രാമല്ലേ ഇത്. അങ്ങനെ അവരുടെ മുറിക്ക് നടന്നു. അവിടെ നിന്ന് വലിയ ലാവിഷൊന്നുമല്ല. അപ്പോൾ അതായത് ബ്ലൗസൊന്നും ശരിക്കും ഊരിയിട്ടില്ല, മുകളിലേക്ക് ഇതൊക്കെ പൊതുക്കിയിട്ടുള്ളൂ, ബാക്കിലെ ഹുക്ക് അഴിച്ചിട്ട്. അവർക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി ആക്കി കൊടുത്താൽ മതിയാണ്, വിശാലമായിട്ട്. പിന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് സന്ധ്യ ആകുമ്പോൾ സലാം പറയും. അങ്ങനെ ഞങ്ങൾ കൂടുതലെടുത്തു. ഇതിൻ്റെ ഭർത്താവ് ഭയങ്കര മോശമാണ്. വെള്ളം അടിച്ചിട്ട്, ഇയാൾക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, വെള്ളം അടിച്ച് വന്ന കാര്യം മോശം. ഈ പെണ്ണിനെ അടിക്കാൻ പിടിക്കാൻ അയൽവാസികൾക്കും സൈരില്ല, ഭയങ്കര ഹരാസ്മെൻറ്റാണ്. ഇയാൾ വരണുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഈ പെണ്ണ് കിലുകില വിറക്കും. മെൻ്റലി ഇതിൽ ഭയങ്കര ടോർച്ചറിങ്ങാണ് ഈ പെണ്ണിന്. അയാൾ ഇതെന്നോട് പറയും, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, നീ എൻ്റെ ലൈഫിൽ വന്ന് പെട്ടതുമല്ല ഞാൻ പിടിച്ച് നിൽക്കണേ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ഞാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുകയായിരുന്നു. ഇത് പറയുമ്പോഴാണ് ഞാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ചെന്നത് കൊണ്ടാണ് അവർക്ക് മെൻ്റലി ഒരു റിലാക്സേഷൻ ഉണ്ടായത്. ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യേ. ഇന്നും ഇങ്ങനത്തെ വീടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ
ആരെങ്കിലും വിളിച്ചൊരു പരിപാടി എടുപ്പിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു മലയാളി സ്ത്രീക്ക് കഴിയില്ല. കുടുംബിനി വീട്ടമ്മയായിട്ട് നിൽക്കണം. അതിലൊക്കെ ആരെങ്കിലും വീഡിയോ പിടിച്ച് നാറ്റിച്ച് അവരുടെ കുടുംബം കുറുമട് തറവാടാക്കികൾ. അപ്പോൾ എന്തു ചെയ്യും? കണ്ടിച്ച് പിടിച്ച് സഹിച്ച് നിൽക്കും. അപ്പോഴാണ് ഏതെങ്കിലും ബംഗാളി ആയാലും മതി, അല്ലെങ്കിൽ എവിടെ കാസർഗോഡോ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെയെങ്കിലും വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് അയാൾ എന്നെ കെയർ ചെയ്യും. അങ്ങനെ കൊടുക്കാൻ എടുത്ത് ഒളിച്ചോടുക. മനസ്സിലായ? ഇപ്പം ഞാൻ ഞാൻ ചെയ്ത പോലെ അന്നത്തെ കാലത്ത് ആ ചേർത്ത് എനിക്കൊക്കെ തരണ പോലെ ഇങ്ങനത്തെ ചെറിയ സൈഡ് ബിസിനസ്സിന് ഇന്ന് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒളിച്ചോട്ടൊക്കെ കുറേ കുറഞ്ഞാനേ. സത്യം. ഇതും 4 ചുവരുകൾക്കുള്ളിൽ ഇവനെ ഭയന്ന് കഴിയണം. എന്തിനും രക്ഷയില്ല. ഒരു മെൻ്റലി ഒരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വെപ്പിച്ചാലൊക്കെ തൽക്കാലം ഒരിത്. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഇവരെ തൊടയമേലെ പാട് കാണിച്ചു തരാം. ഇവന് എന്തോ പഴുപ്പിച്ച് ഇരുമ്പിൻ്റെ പൊള്ളിച്ചിട്ടൊക്കെ ഉണ്ട്. അയൽവാസികൾക്കും പ്രശ്നം. അപ്പം ഞങ്ങൾ ഇരുട്ടടി അടിച്ച പലരും നന്നായിട്ടുണ്ട്. സ്വഭാവം ഞാൻ പറഞ്ഞു ഇത് ഞാൻ സോൾവ് ചെയ്ത് തരാം പറഞ്ഞു. അങ്ങനെ ഇപ്പം രാത്രി വെള്ളം അടിച്ച് വരുമ്പോൾ എൻ്റെ അടുത്ത് ഇത് ഇത്രയും വണ്ണമുള്ള ചൂരലുണ്ട്. അത് കൈനേലും നീളമുള്ളത്. എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂട്ടി ഞങ്ങൾ മുഖമൊക്കെ ഇങ്ങനെ തോർത്ത് കൊണ്ട് കെട്ടി ആളറിയരുത്. നല്ല നിലാവുണ്ട്. ഇവൻ വാരണ വഴിക്ക് ഇവൻ്റെ പുറത്തൊരു അടിയാണ് ആ ചൂരലിന് അടിച്ച് കുറേ അടിച്ച് നീ അയൽവാസികളെ കിടന്നുറങ്ങാനായിക്കില്ല. ഭാര്യനെ അടിച്ച് കൊല്ലാനാക്കണം. അതൊക്കെ അയൽവാസികൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി മേലാൽ നീ വെള്ളം അടിച്ചിട്ട് വീട്ടിലോ നാട്ടിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ വെള്ളം അടിച്ച് നീ കള്ളഷാപ്പിൽ നിന്ന് 4 കാലിൽ ആടി പോകുക ചെയ്താൽ നിന്നെ അന്ന് കൊല്ലും. അടിച്ച് ചൂരലെന്ന് പറഞ്ഞാൽ പെരി അടിച്ചാളെ. അന്ന് അവനവിടെ പോയതാ. പിന്നെ അവൻ രാത്രി വെള്ളം അടിച്ച് വീട്ടിൽ പോവില്ല. അങ്ങനെ 2-3 ആൾക്കാരെ ഞങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവനടങ്ങി. ആ പെണ്ണിൻ്റെ കുടുംബജീവിതം സമാധാനപൂർണ്ണമായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്താ മെസ്സേജ് എന്നറിയാം. ആണുങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്നുണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും പെണ്ണുങ്ങളാ ഹറാസ്മെൻറ്റ് ചെയ്യേ തിന്നാൻ കൊടുക്കണ്ടെന്നും പറഞ്ഞ് ഒരു ആധിപത്യമാണ്, പുരുഷാധിപത്യം. അപ്പം എന്തോ അവർ വീർപ്പ് മുട്ടിക്കഴിയണം. അപ്പോഴാണ് വല്ല ബംഗാളി ആരെങ്കിലും ആയാലും പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കണം ഈ വ്യക്തിനെ. അവൻ കൊണ്ടുപോയി രക്ഷിക്കും. നല്ലൊരു ജീവിതം അവൾ പ്രതീക്ഷിക്കണം. കാരണം ഇവിടെ നരകമാണെങ്കിലും പോട്ടെ, ഇവൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സൊക്കെ ചെയ്തൊരു റിലാക്സേഷൻ ഒരു പോസിബിലിറ്റി ഇല്ല. ഇവിടെ നടക്കൂല. അങ്ങനെയുള്ളവരോ പണ്ട് ഒളിച്ചോട്ടൊന്നുമില്ലല്ലോ. ഒളിച്ചോട് രാത്രി കുറച്ച് നേരത്തേക്കൊക്കെ ഓടും. അത് കഴിഞ്ഞാൽ അവർ കോമ്പൻസേറ്റ് ചെയ്ത് ആ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ പോകും. കെട്ടിയാൽ ആ വഴിക്ക് പോകും, കെട്ടിയാൽ ഇവിടെ ഒന്ന് കിടന്നു കൊടുത്ത് അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് വെറും സഹനം മാത്രം. സഹിച്ച് പാണ്ടാറടങ്ങുമ്പോഴാണ് ആരെങ്കിലും ഒപ്പം ഓടികളാണത്. എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. നമസ്കാരം.